ഇന്നിവിടെ വാഴമ്പിണ്ടി അച്ചാറ്. പല നാട്ടിൽ പല പേരാട്ടാ. ഞങ്ങളുടെ ഇവിടെ ഈ വാഴക്ക് ഇന്നിപ്പിണ്ടി എന്നാ പറയുക. അച്ചാറിടാന് കാശ്മീരി ചില്ലി പൗഡർ, ഉലുവയും കായും പൊടിച്ചത്, പഞ്ചസാര ബാലൻസിന് ഇടാനുള്ളതാണ്. ഇത് ഉപ്പ്, ഇത് മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, ഇത് വിനാഗിരി, ഇതിൽ എണ്ണ, കടുക് പൊട്ടിക്കാൻ കടുകും. ഇന്നിപ്പിണ്ടിയുടെ നാരെടുക്കാനാണ് ഇത് ഇങ്ങനെ ചിറ്റുണ്ട്. പണ്ടുള്ളവര് നമ്മുടെ മുളയുടെ ഇല്ലിക്കണ ഉണ്ടാവില്ലേ, വെയിൽ കെട്ടുന്ന സാധനം, അതുകൊണ്ടാണ് എടുത്തായിരുന്നു. പിന്നെ പപ്പടക്കോലായി, അതിലാട്ടി എളുപ്പം ഇതുകൊണ്ട് എടുക്കാണ്. കണ്ട ഈ നാരുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിക്കുന്നു. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ കടുക്, എണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂണ് കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇടുന്നു. ഇഞ്ചി, വെളുത്തുള്ളി വാടിയതിന് ശേഷം ഇഞ്ചി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളുള്ളി ഉപ്പിടുക. അതൊരു സീക്രട്ട് രഹസ്യമാണ്. ഉള്ളികളും ഇഞ്ചികളും പെട്ടെന്ന് വാടാണ്. വേപ്പൻ്റെ ഇല, കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണ്, കായും ഉലുവയും പൊടിച്ചത്, 2 സ്പൂണ്, മഞ്ഞപ്പൊടി 1 സ്പൂണ്, ഉപ്പ് 2 സ്പൂണ്. ആദ്യം നമ്മൾ കുറച്ചിട്ടുണ്ട് അത് വാടാൻ. പഞ്ചസാര 1 സ്പൂണ്, അത് എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനാണ്. സ്ലോവിലിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇന്നിപ്പിണ്ടി ഇടുക. വെള്ളം ഇതാക്കി ഒഴിച്ച് വെച്ച് മസാല ഒക്കെ കൂട്ടി വാടിയതിന് ശേഷം മസാല ഒക്കെ കൂട്ടി എല്ലാ ചേരുവകളും ചേർത്തു. ഇന്നിപ്പിണ്ടി വാടി. ഇനിയാണ് അതിലേക്ക് 3 സ്പൂൺ സുർക്ക, വിനാഗിരി. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇന്നിപ്പിണ്ടി കൊണ്ട് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം.